നമസ്കാരം. കമിഴ്ന്ന് വീണാൽ കാൽപ്പണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ. അതുപോലെയാണ് പിണറായി സർക്കാരിൻ്റെ കാര്യം. എങ്ങനെയൊക്കെ പണമുണ്ടാക്കാമോ അങ്ങനെയൊക്കെ പണമുണ്ടാക്കും. ഇക്കഴിഞ്ഞ 7.5 കൊല്ലങ്ങൾക്കിടയിൽ നടത്തിയ വിദേശയാത്രകൾ, ചികിത്സാ ചെലവ്, വാടക ഹെലികോപ്റ്റർ, ലിഫ്റ്റ്, പശുത്തൊഴുത്ത്, നീന്തൽക്കുളം നവീകരണം, കേരളീയം, നവകേരള സർക്കിട്ട് ബസ്, സ്പ്രിംഗ്ലർ, സ്വർണ്ണക്കടത്ത്, ആയിരക്കണക്കിന് വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയത്, ഇങ്ങനെ സമാനതകളില്ലാത്ത അഴിമതികളാണ് ഇക്കഴിഞ്ഞ 7.5 കൊല്ലങ്ങൾ കൊണ്ട് പിണറായി വിജയൻ്റെ സർക്കാർ നടത്തിയത്. പുതിയൊരു അഴിമതി തുറന്നു കാണിച്ചെത്തിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ MLA. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ ദുരന്ത നിവാരണ നിയമത്തെ മറയാക്കി 2.5 കൊല്ലമായി തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് അനധികൃതമായി മണൽ ഖനനം നടത്തുകയാണ്. ഇത് കരിമണൽ കമ്പനിയായ CMRL സഹായിക്കാനാണ് എന്നാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ ആരോപിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണ മുഹമ്മദ് റിയാസിന് ചെയ്യാത്ത സേവനത്തിന്റെ പേരിൽ CMRL മാസപ്പടി നൽകിയത് ഈ അനധികൃത മണൽ കടത്ത് ലക്ഷ്യമിട്ടാണെന്ന് സംശയിക്കുന്നതായും കുഴൽനാടൻ പറയുന്നു. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ CMRL നിന്ന് പണം കൈപ്പറ്റിയ പ്രമുഖ രാഷ്ട്രീയക്കാരുടെ പേരിന്റെ ചുരുക്കപ്പട്ടികയിൽ PV എന്ന പേരുമുണ്ടായിരുന്നു. അത് താനാണെന്ന് പിണറായി വിജയൻ സമ്മതിച്ചിട്ടില്ലെങ്കിലും ജനങ്ങൾക്ക് മുഴുവൻ അറിയാം അതാരാണെന്ന്. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്നും ആവശ്യമാണെങ്കിൽ തെളിവുകൾ ഹാജരാക്കാമെന്നും അറിയിച്ചുകൊണ്ട് കുഴൽനാടൻ വിജിലൻസിന് പരാതി നൽകിയിരുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. അതുകൊണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുഴൽനാടൻ. ആലപ്പുഴയിലെ വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിൽ 2018 നവംബർ 27 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ തീരുമാനിച്ചത് പ്രകാരം 2019 മെയ് 31 ഇറക്കിയ ഉത്തരവിലാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം വെള്ളപ്പൊക്കം ലഘൂകരിക്കാനായി തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ വാരാൻ നിർദ്ദേശം നൽകിയത്. മണൽ നീക്കം ചെയ്യുന്നതിന് CMRL ധാരണാപത്രം ഒപ്പിട്ടത് 2019 നവംബർ 11. ഒരു ടണ്ണിന് 464 രൂപ 55 പൈസ നിരക്കിൽ ഏകദേശം 2 ലക്ഷം ടൺ മണൽ 90 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യണം എന്നായിരുന്നു വ്യവസ്ഥ. 2020 മെയ് 22 മണൽ നീക്കം ചെയ്തു തുടങ്ങി. എന്നാൽ 90 ദിവസം എന്നുള്ളത് ഇപ്പോൾ 2.5 കൊല്ലമായി. CMRL മണൽ നീക്കം ചെയ്യുന്നത് നിർത്തിയിട്ടില്ല. ഇപ്പോഴും നീക്കം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മണൽ വാരുന്നതിന് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ല, പെർമിറ്റും നേടിയിട്ടില്ല. ഇങ്ങനെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മണൽ നീക്കം ചെയ്യുന്നതിനെതിരെ പുറക്കാട് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. പക്ഷേ 4 ദിവസത്തിനുള്ളിൽ എന്തിനാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത് എന്ന് വിശദീകരിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ജില്ലാ കളക്ടർ നോട്ടീസ് നൽകി. എന്നിട്ടും മണൽ വാരുന്നതിനെതിരെ പഞ്ചായത്ത് നിലപാടെടുത്തു. തുടക്കത്തിൽ CPM മണൽ ഖനനത്തെ എതിർത്തിരുന്നു. എന്നാൽ പിന്നീട് നിലപാട് മാറ്റി. ഇത് പിണറായി വിജയന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നു. മണ്ണ് നീക്കം ചെയ്യാൻ ചുമതലയുള്ള ഇന്ത്യൻ റെയർ എർത്ത്സ് ലിമിറ്റഡ് CMRL മണൽ നൽകുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയുണ്ടെന്നും IREയിലും KMMLലും എത്തിക്കുന്ന മണ്ണ് പിന്നീട് CMRL മറിച്ചു കൊടുക്കുകയാണെന്നും കുഴൽനാടൻ ആരോപിക്കുന്നു. കാര്യങ്ങളൊക്കെ പകൽ പോലെ ജനങ്ങൾക്ക് വ്യക്തമാണ്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിണറായി വിജയൻ ചെയ്യുന്ന അഴിമതികളും ധൂർത്തുമൊക്കെ വെറും ആരോപണങ്ങളായി തന്നെ നിലനിൽക്കും. മറിച്ചെന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ അത്ഭുതം സംഭവിക്കണം.